ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ്. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് ഗോതമ്പ് ദോശ. ഇത് കുറച്ചൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സാധാരണ ഗോതമ്പ് ദോശയെല്ലാം ഉണ്ടാക്കുമ്പോഴുള്ള കൺസിസ്റ്റൻസിയിൽ കുറച്ചൊരു ലൂസായിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ആദ്യം തന്നെ ഫുള്ളായിട്ട് ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീരെ കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതാണ് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് പൊട്ടുകടലയാണ്. പൊട്ടുകടലയും 1 ടീസ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊന്നും മാറി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയെല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം. ഇനി ഇത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ദോശമാവിൽ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നേരത്തെ നമ്മൾ ഗോതമ്പ് മിക്സ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ സവാളയും തക്കാളിയും വഴറ്റുന്ന സമയത്തും ഉപ്പ് ചേർത്തതാണ്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബാറ്റർ കുറച്ചുകൂടി ലൂസാവാനായിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ദോശമാവിൽ നിന്നും കുറച്ച് വലിയൊരു സ്പൂണിൽ തന്നെ കോരിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അധികം വലിപ്പത്തിലൊന്നും പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന അതേ വലിപ്പത്തിൽ ഉണ്ടാക്കിയാൽ മതി. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കറിയൊന്നും ആവശ്യമില്ല. ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.